മോർണിംഗ് ഓൾ. ഒരു ബിസിനസ്സിലെ ഒരു മെയിൻ ഏരിയ ആണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അത് കൺസേൺ ചെയ്യുന്നത് ഡിസൈനിങ്, കൺട്രോളിംഗ്, പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, റീഡിസൈനിങ്. ഫാദർ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്നതിലൂടെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഒറിജിൻ എന്ന് പറയുന്നത് ബാക്ക് ടു 500 BC-യിലായിരുന്നു. സുമേറിയൻസ് ആണ് ആദ്യം ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ഇൻവെന്ററീസ് ട്രാക്ക് ചെയ്യാനും ടാക്സസ് കളക്ട് ചെയ്യാനുമായിരുന്നു യൂസ് ചെയ്തത്. 1760 കാലഘട്ടത്തിലായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ എഫക്റ്റീവ് പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവന്ന 2 കീസ് ആയിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഇന്റർചേഞ്ചബിൾ പാർട്സ്. 1883 ടൈലർ കൊണ്ടുവന്ന ഒരു മെത്തേഡായിരുന്നു സ്റ്റോപ്പ് വാച്ച് മെത്തേഡ്. ഇതിലൂടെ ഒരു വർക്കർ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുമായിരുന്നു. 1912 അതിനുശേഷം ഫ്രാങ്ക് ആൻഡ് ഇല്ലിയൻ ഗിൽബർട്ട് ലൈറ്റ് കൊണ്ടുവന്നതായിരുന്നു പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റം. ഇതിലൂടെ വർക്കർ എടുക്കുന്ന ടൈം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നീടാണ് ഹെൻറി ഫോർഡ് ഫസ്റ്റ് മൂവിംഗ് അസംബ്ലി ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ടൈം കൺസ്യൂമിംഗ് ആകുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാനിൽ ടൊയോട്ട ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമായിരുന്നു ജസ്റ്റ് ഇൻ ടൈം. ലേറ്റർ ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് അറിയപ്പെട്ടു. അറ്റ് ലാസ്റ്റ് 1971 ഫെഡിക്സ് ഓവർനൈറ്റ് പാക്കേജ് ഡെലിവറീസ് കൊണ്ടുവന്നു. ഇതിലൂടെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ തന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ കൺസ്യൂമറിന്റെ നീഡ്സും മാർക്കറ്റ് ട്രെൻഡ്സും മനസ്സിലാക്കി എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാം ഓർ മേക്ക് ചെയ്യാം എന്ന് തന്നെയാണ്. നൗ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് പ്രാക്ടീസ് ഇൻ എനർജിക് ഇന്റർനാഷണൽ കമ്പനി. So I hope all are good and let me proceed to our meeting. So നമ്മളിപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതുപോലെ വെർച്വൽ റിയാലിറ്റി സയൻസിലൊരു ടെക്നോളജിയുടെ വലിയൊരു ഇന്നോവേഷനാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഈ VR ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളുടെ കുറേ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെർച്വൽ ഗെയിമിങ്, വെർച്വൽ റിയാലിറ്റി ഗെയിമിങ്, ആ ഗെയിമിംഗ് ഗാഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേൾഡിലേക്കാണ് എത്തുന്നത്. ആൻഡ് വി ആർ ലിവിങ് ഇൻ ദ ഗെയിം ഓർ വി ആർ ഇൻ ദ ഗെയിം. നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലേക്കാണ് ആ ഒരു ഗാഡ്ജറ്റ് നമ്മൾ എത്തിക്കുന്നത്. സോ ബൈ യൂസിങ് ദ VR ടെക്നോളജി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി ടെക്നോളജി, വി സിനർജി ഇന്റർനാഷണൽ ടീം ഒരു കറണ്ട് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ആസ് വി ഓൾ നോ, വി ആർ ഫേസിങ് COVID-19 പാൻഡമിക് ഓൾ ഓവർ ദ ഗ്ലോബ്. നമ്മളുടെ മീറ്റിംഗ്സ് ആൻഡ് അവർ സ്കൂൾസ്, കോളേജസ് എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ആൻഡ് everyone is working from their home or studying from their home. സോ ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കോൺവെർസേഷൻ രീതിയിലാണ് നടക്കുന്നത്. ദേ കാൻ ഫുള്ളി ഇൻവോൾവ് ഓർ ദേ കാൻ ഫുള്ളി ഇംപ്ലൈ ദർ ഐഡിയാസ്. ടീച്ചേഴ്സിനെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. സോ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് വിർച്വൽ മീറ്റ്, അവർ ന്യൂ ഗാഡ്ജറ്റ്, ആസ് എ സൊല്യൂഷൻ ഫോർ ദീസ് ഓൾ പ്രോബ്ലംസ്. ഈ ഗാഡ്ജറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഗാഡ്ജറ്റ് ഒരു ആർട്ടിഫിഷ്യൽ VR ഗെയിമിംഗ് പോലെ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലേക്കാണ് എത്തിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗെയിമിംഗ് ഗാഡ്ജറ്റ്, ഇറ്റ്സ് എ മീറ്റിംഗ് ഗാഡ്ജറ്റ്. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് അതുപോലെ സൂമൊക്കെ പോലെ ഇതൊരു മീറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് വി കാൻ സീ
ആൻഡ് ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലേക്ക് ഈ ഗാഡ്ജറ്റ് എത്തിക്കുന്നത് കൊണ്ട് we feel that we can sit with our classmate or we can attend the meeting in a single room. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഗാഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അതിലെല്ലാ മെമ്പേഴ്സിനും ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന അതേ ഫീലാണ്. ഓർ ലൈക്ക് വി ആർ റിയലി സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം ഓർ വി ആർ റിയലി അറ്റൻഡിങ് ദ മീറ്റ് വിത്ത് അവർ ഫുൾ പ്രസൻസ്. സോ വി ക്യാൻ സീ അവർ കൊളീഗ്സ്, നമുക്ക് നമ്മളുടെ കൊളീഗ്സിനെ കാണാം, ക്ലാസ്മേറ്റ്സിനെ കാണാം. ലൈക്ക് സാധാ ഇപ്പോൾ ഒരു നോർമൽ മീറ്റിംഗ് നടക്കുന്ന പോലെയാണ് ഗാഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലുള്ള എഫക്റ്റ്. സോ വി ക്യാൻ ഷോ ഫുൾ പ്രസൻസ്, ഫുൾ ഐഡിയാസ്. ടീച്ചേഴ്സിന് സാധാ ഓർഡിനറി രീതിയിൽ അവർക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാം. ആൻഡ് സ്റ്റുഡൻസ് ദേ ക്യാൻ എൻജോയ് ദെയർ ക്ലാസ്സസ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് യുവർ പ്രൊഡക്റ്റ്. സോ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡിസൈൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ഡിസൈനോട് കൂടിയാണ് ഇത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഡിസൈൻ മാനേജറോട് നമുക്ക് അന്വേഷിക്കാം. സോ വാട്ട്സ് യുവർ പ്ലാൻ? Good morning guys. So Synergy internationally new product concept ആണ് 3D virtual meeting gadget. So this is how it looks. So ഈ product നമ്മൾ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സൈസ് ആൻഡ് വിച്ച് ഫിറ്റ്സ് ഓൾ. സെയിം ടൈം വാട്ടർ പ്രൂഫ് ആണ്, സ്വെറ്റ് പ്രൂഫ് ആണ്, ഷോക്ക് റെസിസ്റ്റന്റ് ആണ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈസിലി ക്യാരിയബിൾ ആണ്, ഫോൾഡബിൾ ആണ്. ആൻഡ് ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് സ്ക്രീൻ നമ്മൾ അതും ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റേഡിയേഷനിൽ നിന്ന് നമുക്ക് യൂസേഴ്സിനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്, മാക്സിമം അട്രാക്റ്റീവ് ആകാൻ നോക്കൂ. സോ അത് മാർക്കറ്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് പ്ലാൻ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് റിസോഴ്സ് മാനേജ്മെന്റ് അറിയാം. ഫ്രം വേർ പ്ലാനിങ് ടു ഇമ്പോർട്ട് റിസോഴ്സ് ഫ്രം ആൻഡ് അസംബിളൊക്കെ എവിടെ നിന്നാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പ്ലീസ്. നമ്മൾ റിസോഴ്സിന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ചൈനയിൽ നിന്നാണ്. പിന്നെ ഈ പാൻഡമിക് സിറ്റുവേഷൻസ് കാരണം നമ്മളത് സൗത്ത് കൊറിയയിൽ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സൗത്ത് കൊറിയയിലും ചൈനയിലും സെയിം കോസ്റ്റ് തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിലാണ് നമ്മൾ ഇതിൻ്റെ അസംബിൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടെ കമ്പാരിറ്റീവ്ലി വർക്ക് ഓവർഹെഡ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ലേബേഴ്സ് അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. അസംബ്ലിങ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ് പ്രോസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് ദ എഫിഷ്യൻസി ഈസ് വെരി ഹൈ. ആൻഡ് ദ എഫിഷ്യൻസി ഈസ് വെരി ഹൈ. ദാറ്റ്സ് ഓൾ. സോ റിസോഴ്സ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വളരെ നന്നായി. കാരണം ഇപ്പോൾ ഈ COVID-19 പിന്നിൽ കുറേ കോൺട്രവേഴ്സീസ് ഉള്ളത് കൊണ്ട് ഈ വേൾഡ് സൂപ്പർ പവേഴ്സ് ഇപ്പോൾ അവർക്കതൊരു സാങ്ഷൻ കൊണ്ടുവരാൻ പ്രോബബിലിറ്റി ഇറ്റ്സ് സോ ഹൈ. ആൻഡ് ഇപ്പോൾ അസംബ്ലിങ് ഇന്ത്യയിലായതുകൊണ്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ഡിഫിക്കൾട്ട്. കാരണം ഇപ്പോൾ ചൈന ആൻഡ് ഇന്ത്യ തമ്മിൽ ബോർഡർ കോൺഫ്ലിക്റ്റിനുമാണ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബാൻ ചൈനീസ് ആപ്സ് പ്രൊഡക്റ്റ്. സോ അത് നമുക്ക് ഡിഫിക്കൽട്ടാവും. സോ സൗത്ത് കൊറിയയ്ക്ക് ഷിഫ്റ്റ് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായി. ആൻഡ് അസംബ്ലിങ് ഇന്ത്യയിൽ നിന്ന് എടുത്തത് ഐ തിങ്ക് ഇറ്റ് ഗോയിങ് ടു ഹെൽപ്പ് അവർ കോസ്റ്റിംഗ്. ആസ് യു സേ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ലേബർ ഓവർഹെഡ് വളരെ കുറവാണ് ഇന്ത്യയിൽ. സോ നമുക്കിനിയിപ്പോൾ എവിടെ നിന്നാണ് ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് HR മാനേജറോട് ചോദിക്കാം. സോ പ്ലീസ് എക്സ്പ്ലെയിൻ. സൈനജി കമ്പനിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് പോളിസി എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ആ പോളിസി ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻസിനെയാണ്. അതിൽ എന്തുകൊണ്ട് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ഇന്ത്യൻസ് ദേ ആർ വെരി സ്കിൽഡ് ആൻഡ് ദേ ആർ വെരി ടാലൻറ്റ്സ്. സോ പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അൺഎംപ്ലോയ്മെന്റ് വെച്ചാൽ ദേ ആർ സഫറിങ് അൺഎംപ്ലോയ്മെന്റ്. ഇന്ത്യയിൽ വെച്ച് നോക്കിയാൽ തന്നെ സർവേ നോക്കി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറീസ് നോക്കിയാൽ ഏറ്റവും മെജോറിറ്റി ആളുകൾ അൺഎംപ്ലോയിഡ് ആയിരിക്കുന്നത് BTech ഓർ MTech ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ അത്തരം ആളുകളെയാണ് നമ്മൾ ഈ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ അത്രയും ആളുകളെ കമ്പനി റിക്രൂട്ട് ചെയ്ത്
അവരുടെ സ്കിൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് അത്രയധികം ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മാനുഫാക്ചർ ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ എംടെക് ബിടെക് ഗ്രാജുവേഷൻ മാത്രമല്ല, IT ഫീൽഡ്സ് എല്ലാവർക്കും തന്നെ ഈ ജോലിക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. അത് ഇവർക്കൊരു പുതിയൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ വർക്കോ ഓരോ ഗ്രൂപ്പ്സിനോ സ്പെസിഫിക് ടാസ്ക് കൊടുത്ത് അത് സ്പെസിഫിക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഐഡിയ പോലെ തന്നെ ടൈം എന്ന് പറഞ്ഞ റിസ്ക്, അല്ലെങ്കിൽ ടൈം റിസ്ക് എന്നൊരു ആ റിസ്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആണ് വേറൊരു പ്ലാനിങ് ആണ് വർക്ക് ഷിഫ്റ്റ്. 24 hours വർക്ക് ഷിഫ്റ്റ് ആണ്, ഫുൾ ഡേ. അതിൽ 12 hours ഒരു വർക്ക് സെക്ഷനും 12 hours നൈറ്റ് വേറൊരു സെക്ഷനും. ആ സമയത്ത് വർക്കേഴ്സിന് ബ്രേക്ക് ഒക്കെ ഉണ്ട്, അതവരുടെ റിലാക്സേഷന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ തന്നെ വഴിവെക്കും. അതുപോലെ തന്നെ 24 hours ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. അത് വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ കമ്പനി ടെക്നിക്കൽ സപ്പോർട്ട് കൂടി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. You are exactly right, Mr. Shamshad. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യൻസ് അവർ വളരെ സ്കിൽഫുൾ ആണ്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ ക്വാളിറ്റിയിൽ അസംബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഇത് ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാനും ഐ തിങ്ക് ദേ ക്യാൻ ഹെൽപ്പ് അസ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആപ്പിളൊക്കെ അസംബ്ലിങ് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൗ സ്കിൽഫുൾ ദേ ആർ. ആൻഡ് നിങ്ങൾ പറഞ്ഞത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇന്ത്യയിൽ വളരെ അധികമാണ്. സോ ഐ തിങ്ക് അവർക്ക് നമ്മളെ കൊണ്ടും നമുക്ക് അവരെ കൊണ്ടും ഒരു ഹെൽപ്പാണ് ഈ ഒരു പ്ലാനിലൂടെ ലഭിക്കുന്നത്. സോ നമുക്കിനി എങ്ങനെയൊക്കെയാണ് ഫൈനാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫണ്ടിങ് എവിടെ നിന്നാണെന്നൊക്കെ ഇനി നമുക്ക് ഫൈനാൻസ് മാനേജറിനോട് അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയാം. സോ പ്ലീസ്. ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഇവിടുന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ് ഡിബഞ്ചേഴ്സ് ഒക്കെ റൈസ് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മൾ UAE ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് UAE ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ ഫേസ്ബുക്ക്, ടെസ്ല ഇവരൊക്കെ നമ്മുടെ പ്ലാൻ കേട്ടിട്ട് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഓൾ വേസ് വി ക്യാൻ റൈസ് അവർ ഫണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇപ്പം ടെസ്ല ഫേസ്ബുക്ക് ഒക്കെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോബൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ലഭിക്കുന്നതാണ്. ആൻഡ് ദ MNCs അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ് നമ്മളുടെ ഈ പ്രൊജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യും. ഐ 100% ഷുവർ. ആൻഡ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കാരണം ഈ ഷെയർ വാല്യൂ ആൻഡ് ഡിബഞ്ചർ വാല്യൂ കുറച്ച് റേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഐ തിങ്ക് പീപ്പിൾ വിൽ ബി ഷുവർ അബൌട്ട് ദ റിട്ടേൺസ്. ഇപ്പം ഈ ടെസ്ല ആൻഡ് ഫേസ്ബുക്ക് പോലത്തെ വമ്പന്മാർ ഇൻവെസ്റ്റ് ചെയ്യാകുമ്പോൾ തന്നെ അവർ റിട്ടേൺസ് ഇല്ലാണ്ടില്ല എന്ന് ഒരു ഓർഡിനറി പീപ്പിളിന് അറിയാം. സോ ഐ തിങ്ക് ദ പബ്ലിക് ഈസ് ഗോയിങ് ടു ഗീവ് ദർ ഷെയർസ് ഓർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ അവർ ഷെയർസ്. പിന്നെ ADCB നല്ലൊരു ചോയ്സാണ്. ആൻഡ് അതർ കൺട്രീസ് ഇപ്പോൾ വേറൊരു രാജ്യത്തെ ബാങ്കുകളിലും ബാങ്കിങ് സെക്ടറിലും കൂടി ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് നന്നായിരിക്കും. കുറച്ചും കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോൺ ലഭിക്കുകയാണെങ്കിൽ നമുക്കത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആവും. സോ ഓർ എൽസ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ADCB, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെയാണ് നോക്കാം. കാരണം മാർക്കറ്റിംഗ് ആണ് ഇനി പ്രധാന മേഖലയാണ് മാർക്കറ്റിംഗ്. എങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ മാർക്കറ്റിൽ ഇതിന് റീച്ച് കിട്ടുക, നമ്മുടെ പ്രൊഡക്റ്റിന്, അല്ലെങ്കിൽ മാർക്കറ്റ് കോൺകർ ചെയ്യുക. സോ കോവിഡ് വേഴ്സ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ള 3 കൺട്രീസിനാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്: USA, UK ആൻഡ് ഇന്ത്യ. ആൻഡ് USA പോപ്പുലർ ആയിട്ടുള്ള ഒരു ആൽഫബറ്റ് എന്ന കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഇത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻസിന് ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ഒരു US ബേസ്ഡ് ആണെങ്കിൽ മാത്രമേ അവരത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. ആൻഡ് UK നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. ബിക്കോസ് ഗ്ലോബൽ സ്റ്റുഡൻസ് USA കൂടുതലാണ്. ആൻഡ് UK നമ്മൾ IT സെക്ടേഴ്സിനെ കൂടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ IT സെക്ടേഴ്സിനും സ്റ്റുഡൻസിനെയും കൂടിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ എല്ലാ സ്റ്റുഡൻസിനും ഇതിന് അഫോർഡബിൾ ആവണമെന്നില്ല. സോ നമ്മൾ പ്രോഫിറ്റ് മാർജിൻ കുറച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇതെടുക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ല ബിക്കോസ് ഓഫ് ദ പോപ്പുലേഷൻ. സോ ഓക്കെ, ഇപ്പോൾ ഇന്ത്യ, UK, US പോലത്തെ രാജ്യങ്ങളിൽ ഈ COVID-19 സിറ്റുവേഷനിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. സോ ഇതിന് ശേഷം നമ്മൾ ഏതെല്ലാം കൺട്രീസിലാണ് നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? സോ ഈ പ്രോഡക്റ്റ് ക്ലിക്ക് ആവുന്നതിനനുസരിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള കൊറിയ, ജപ്പാൻ ആൻഡ് യൂറോപ്പ് എന്ന കൺട്രീസിലേക്ക് കൂടി നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഈ COVID-19 സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലേ ഈ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ഇവിടെയാണ് നമ്മൾ വിർച്വൽ മീഡിയ സെക്കൻഡ് റോൾ പ്ലേ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഈ COVID-19 നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഫെമിലിയർ ആവുകയും ചെയ്യും, മാർക്കറ്റിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. സോ അതിപ്പോൾ COVID-19 സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ആഫ്റ്റർ ദ ഈ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്? വാട്ട് ആർ ദ ചാൻസസ്? സോ ആഫ്റ്റർ കോവിഡ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുമെന്നായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവാം. 2016 റേഷ്യോ പ്രകാരം 121 crore പോപ്പുലേഷനിൽ 2.61 ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലെ ലിസ്റ്റ് അനുസരിച്ച്. സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഡിസേബിൾഡ് പീപ്പിൾസിന് അവർക്ക് സ്കൂളിൽ അതുപോലെ ഒരു യാത്ര ചെയ്യാനുള്ള പ്രയാസങ്ങൾ കുറേ ഒരുപാടുണ്ട്. അതുപോലെ അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ അവർക്ക് അവർ വീട്ടിൽ നിന്ന് തന്നെ ഒരു റിയൽ ക്ലാസ് റൂം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇതിൽ അവർക്ക് വെച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ദേ വിൽ ബി ലൈക്ക് നോർമൽ പീപ്പിൾ. സോ അവർക്ക് ആ ഒരു ഹാപ്പിനെസ്സും കിട്ടുകയും ചെയ്യും. അതുമാത്രം തന്നെ പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ വല്ല ആൾക്കാർക്ക് ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാവലിങ്ങിലോ അതുപോലെ സിക്നസ് ഒക്കെ വന്നാലും എന്ത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആയാലും ക്ലാസ്സൊക്കെ ആയിട്ട് മിസ്സാവുകയും ചെയ്യില്ല. സോ സൊസൈറ്റിക്ക് ഇതൊരു ബെനിഫിറ്റാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഐ തിങ്ക് ഇറ്റ് വിൽ റിമെയിൻ ദ മാർക്കറ്റ് ആഫ്റ്റർ ദ കോവിഡ് പാൻഡമിക് ഓൾസോ. ഓക്കെ, സോ ഇനി നമുക്ക് ഫെസിലിറ്റേഷൻ നോക്കാം, ഇത് എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ളത്. സോ ഓക്കെ, ദെൻ വെയർ ഹൗസും ഹെഡ് ഓഫീസും UAE ബേസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ ദുബായിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. റിസൺ ദുബായ് ഒരു ഗ്ലോബൽ ബിസിനസ് സെൻ്റർ ആണ്. പിന്നെ നമ്മുടെ ഏതൊരു മീറ്റിങ്ങും കമ്പനിയുടെ വെക്കുന്നത് ബിസിനസ് ടൈപ്പ് ആയാലും ക്ലയൻറ്റ് മീറ്റിംഗ്, ബിസിനസ് മീറ്റിംഗ് ആയാലും ക്ലയൻറ്റ് മീറ്റിംഗ് ആയാലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ദുബായിലായിരിക്കും എന്നാണ് തോന്നുന്നത്. അതായിരിക്കും ബെറ്റർ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് വെയർ ഹൗസ് UAEയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ വലിയൊരു പോർട്ട് ഉണ്ട്. ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ദാറ്റ് ജബൽ അലി പോർട്ട്. അവിടുത്തെ എയർ കണക്ഷൻ ഹെവി ആണ്. പിന്നെ വേൾഡ് ഫുൾ ഏരിയയിലേക്കും കാർഗോ സർവീസ് ഉണ്ട്. അതൊരു നല്ലൊരു പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ ഗ്ലോബൽ സിറ്റീസ് നല്ലപോലെ ഉള്ള ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലൊരു മാർക്കറ്റിങ്ങും കിട്ടും. അതുകൊണ്ട് നമുക്ക് വെയർ ഹൗസ് UAEയിൽ തന്നെ പ്ലേസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മൾ ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്ത്യ പോർട്ടിൽ നിന്ന് UAE പോർട്ടിലേക്ക് ഐറ്റംസ് കൊണ്ടുവരാൻ നമുക്ക് അത്ര റിസ്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നും കൂടി സിമ്പിൾ രീതിയായിരിക്കും. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ദുബായിൽ ഒരു എക്സിബിഷൻ വരുന്നുണ്ട്. എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഐ വാണ്ട് ടു ചെക്ക് ഇറ്റ്. അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മളത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിംഗ് കിട്ടും. നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിന് അത് നല്ലതായിരിക്കും. അപ്പോൾ എനിവേ ഐ തിങ്ക് നമ്മൾ എല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് എന്ത് വേണം എന്നുള്ളത്. ഇനി അത് സജഷൻ. സോ UAEയിൽ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സും വെയർ ഹൗസും ഒക്കെ ആക്കിയത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഐ തിങ്ക് യു ഓൾ ലൈക്ക് UAE. സോ ഇത് മിഡിൽ ഈസ്റ്റ് റീജിയനായ കാരണം ലോകത്തിന് ഏതൊരു ഭാഗത്തു നിന്നും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ്. സോ അവർ ക്ലൈൻറ്റ് മീറ്റിംഗ് അതുപോലെ ബിസിനസ് പ്രസൻറ്റേഷൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല ഇപ്പോൾ ജബൽ അലി പോർട്ട് ഭയങ്കര വലിയൊരു പോർട്ടാണ്. അവിടുന്ന് നമുക്ക് ഏകദേശം ഡിസ്റ്റൻസ് സെയിം ആണ്. അത് മാത്രമല്ല UAE എയർ കാർഗോ ഐ തിങ്ക് ഇറ്റ്സ് വെൽ കണക്റ്റഡ്. ലോകത്തെ മിക്ക രാജ്യങ്ങളുമായിട്ട് ഒരു ഭയങ്കര കണക്ടിവിറ്റിയാണ്. ആൻഡ് റീസെൻ്റ്ലി ഇപ്പോൾ അവരുണ്ടായ ഇസ്രായേലും ഖത്തറുമായിട്ടുണ്ടായ ഡിപ്ലോമാറ്റിക് ക്രൈസിസ് അവർ റിസോൾവ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഏത് രാജ്യത്തിനായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ദേ ആർ ടാക്സ് ഫ്രീ. നമുക്ക് ബിസിനസ് ടാക്സ് കാര്യങ്ങളൊന്നും സെയിൽസ് ടാക്സ് ഒന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സോ അതൊരു നല്ല ഡിസിഷനാണ്. ആൻഡ് അസംബ്ലിങ് നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് എത്തിക്കാൻ ഇറ്റ്സ് ഈസി. കാരണം ആകെ ഒരു ഇത്ര ചെറിയൊരു മൈൽ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സീ റൂട്ടാണെങ്കിലും എയർ റൂട്ടാണെങ്കിലും അത് ഇറ്റ്സ് എ ഗുഡ് പ്രോബ്ലം ഇല്ലാത്തൊരു റൂട്ടാണത്. സോ ദാറ്റ് വിൽ ബി എ നൈസ് സജഷൻ. ഐ തിങ്ക് വേറെ സജഷൻസ് ആർക്കും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് നേരിട്ട് താങ്കളെ അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇഫ് എനി വൺ ഹാവ് more better suggestion about the situation.
So I think എല്ലാവരും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് all of you have come up with a wonderful ideas and perfect ideas. So ഇപ്പോൾ എന്തെല്ലാം റിസോഴ്സ് കിട്ടിയെന്ന് നമുക്ക് കിട്ടിയാലും എന്തെല്ലാം ഫണ്ടിങ് നമുക്കുണ്ടെങ്കിൽ തന്നെ ദ വേ വി ഓപ്പറേറ്റ്, അതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റിസംബിൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓപ്പറേഷൻ എത്ര പെർഫെക്റ്റ് ആവുന്നു അത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവും, ക്ലിക്ക് ആവുകയും ചെയ്യും. സോ ഓൾ ഓഫ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. ആൻഡ് സോ ഇന്ന് കമ്പനി വീക്കെൻഡ് ആയതുകൊണ്ട് കമ്പനി ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ എവരി വൺ അറ്റൻഡ് ദ പാർട്ടി ആൻഡ് എൻജോയ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.